നിൽക്കുന്നതേ കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ 20-ാം വാർഡാണ് അല്ലേ? 20-ാം വാർഡ് സമയത്ത് ഞാൻ ഡെയിലി ഇതിലെ പോകുന്ന സമയത്ത് ഹരിതകർമ്മസേനയുടെ കുറച്ച് ചേച്ചിമാർ ഇവിടെ ഇരിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ എനിക്കിവിടെ ഇറങ്ങി എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ ഇറങ്ങി അവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു സൂര്യാസ്തമയം കാണാൻ ഇരിക്കുകയാണ്, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ടേ, അപ്പോൾ അതാണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതുണ്ട്, എന്നാൽ കൂട്ടത്തിലൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ആ കാര്യം എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഓക്കെ, എന്തൊക്കെയുണ്ട് ശേഷം? കുറേ ആയില്ല നമ്മൾ കണ്ടിട്ട്. എന്താ അവിടെ പരിപാടി? നോമ്പുതുറയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? പേരൊന്ന് പറഞ്ഞോളൂ. സരിത, അനിത, ബേബി. സരിതയും അനിതയും ബേബിയും കൂടെ എന്താ അപ്പോൾ ഇവിടെ ഇരിക്കണേ? ഞങ്ങള് ഇപ്പൊ ഈ മാസം നോമ്പ് തുറ ഭാഗമായിട്ട് പുഴയിലെ ഒരുപാട് ആൾക്കാർ പിന്നെ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവര് ഞങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതാണ്. പുഴ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതാണ്. പിന്നെ ഇപ്പൊ അവര് വന്നിട്ട് കഴിഞ്ഞ തവണ തന്നെ അവര് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ പുഴയിൽ ഇട്ടുപോയി. അപ്പൊ വൃത്തികേടായപ്പോ അതിനെതിരെ അല്ലെങ്കിൽ അതിന് ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ അല്ലേ? എന്താണ് സംഭവം? പ്ലാസ്റ്റിക് പുഴയ്ക്ക് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പഞ്ചായത്തിൽ നിന്ന് ഒരു പേയ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഒരു ചാക്ക് ഞങ്ങളിവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിത്യേന ഓരോരുത്തർ ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാവും? ഞങ്ങൾ 3 പേരും തന്നെ ഇവിടെ. ഈ സ്ഥലം നിങ്ങൾക്കുള്ളതാണ്. ഇതുപോലെ അപ്പുറത്തൊക്കെ വേറെ ഹരിതകർമ്മസേനയുടെ ആളുകളുണ്ട്. 3 പേരുണ്ട്. അതായത് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ചെമ്പിക്കൽ തൊട്ട് കുറ്റിപ്പുറം വരെ ഈ പുഴയുടെ തീരത്ത് നോമ്പ് തുറക്കാൻ വരുന്ന ആളുകള് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതിനൊരു എമൗണ്ട് വാങ്ങും അല്ലേ? നല്ലൊരു പരിപാടിയായിട്ടുണ്ട്. കാരണം അവർക്ക് നോമ്പ് തുറക്കാനും കഴിയും, എന്നാലോ വേസ്റ്റ് ഉണ്ടാവും. ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ആരുടെയും മോശം പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ. മെസ്സേജാണ്. കാരണം നോമ്പുതുറ പരിശുദ്ധ റംസാൻ മാസമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വൈകുന്നേരം ഈ സൂര്യാസ്തമയത്തിന്റെ സമയത്ത് അതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാം, കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരുമിച്ച് ഇവിടെ നോമ്പുതുറയും സംഘടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പുഴ എന്ത് ചെയ്യരുത്, മാലിന്യം ഉണ്ടാക്കരുത്. ഏതായാലും മാലിന്യമുക്ത നവകേരളാണ് നമ്മുടെ ഒരു അജണ്ട. നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ മൊത്തം ക്ലീനിങ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? 23 വാർഡുകളിലും ഹരിതകർമ്മസേനയുടെ ആളുകൾ നാളെ ഇവിടെ വരും. ഇവിടെ മൊത്തം ക്ലീനിങ് ആണ്. എന്തായാലും ഇതൊക്കെ നടക്കട്ടെ, നമ്മുടെ നാട് വൃത്തിയാവട്ടെ അല്ലേ? അപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്നൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായി ചെയ്യുന്ന ഈ ഒരു ശ്രമങ്ങളൊക്കെയും ഫലവത്താവട്ടെ. എന്തായാലും ഇവരുടെ ഒരു പ്രവർത്തനത്തിന് കുറ്റിപ്പുറം പഞ്ചായത്തിനും ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർക്കും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും സഹകരണവും നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അല്ലേ? ഓക്കെ.